മഹാബലി എന്ന പ്രജാക്ഷേമ തൽപരനായ അസുര ചക്രവർത്തി സ്വർഗലോകവും ആക്രമിച്ചു കീഴ്പ്പെടുത്തി. രാജ്യം നഷ്ടപ്പെട്ട ദേവേന്ദ്രനും കൂട്ടരും വൈകുണ്ഠാധിപതിയായ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു. ബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ തീരുമാനിച്ച വിഷ്ണു താൻ വാമനനായി അവതരിച്ച് ദേവകളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് ഇന്ദ്രനും കൂട്ടർക്കും ഉറപ്പു നൽകി. ദേവമാതാവായ അതിഥിയുടെ പുത്രനായി വാമനാവതാരമെടുത്ത വിഷ്ണു ഭൂമിയിൽ യാഗം നടത്തുകയായിരുന്ന മഹാബലിക്ക് മുന്നിലെത്തി. യാഗശാല പണിയാനായി 3 അടി സ്ഥലം യാചിച്ചു. വാമനന്റെ അഭ്യർത്ഥന മാനിച്ച ബലിചക്രവർത്തിയെ വാമനമൂർത്തി 3ാമത്തെ അടി അദ്ദേഹത്തിന്റെ ശിരസിൽ അളന്ന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. ബലിയുടെ അപേക്ഷ പ്രകാരം ആണ്ടിലൊരിക്കൽ മലയാള നാട്ടിലെത്തി പ്രജകളെ കാണാനുള്ള അവസരം മഹാവിഷ്ണു അദ്ദേഹത്തിന് നൽകി. ആ ദിവസം നാം തിരുവോണമായി ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇത് കഥകളിലൂടെയും കവിതകളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയും വിവിധ കലാരൂപങ്ങളിലൂടെയും ഓരോ മലയാളിയുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഐതിഹ്യം. പക്ഷേ മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയ സ്ഥലം ഏതെന്നും അവിടുത്തെ ഇന്നത്തെ അവസ്ഥ എന്തെന്നുമൊക്കെ പരാമർശിക്കാൻ കഴിയുമ്പോഴാണ് ആ ഐതിഹ്യത്തിന് പ്രസക്തിയേറുന്നത്. തൃക്കാക്കര എന്ന ഗ്രാമത്തിന്റെ പെരുമയ്ക്ക് പ്രാധാന്യം കൈവരുന്നതും അതുകൊണ്ട് തന്നെ. വാമനമൂർത്തിയുടെ, അതായത് ഭഗവാൻ വിഷ്ണുവിന്റെ തൃക്കാൽ പതിഞ്ഞ സ്ഥലമായതിനാൽ ഒരു സ്ഥലത്തിന് തൃക്കാൽക്കര എന്ന് പേര് വരിക. കാലക്രമത്തിൽ തൃക്കാൽക്കര തൃക്കാക്കരയായി മാറുക. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ഈ ഐതിഹ്യം. മഹാബലി ചക്രവർത്തിയും വാമനനുമൊക്കെ പുരാണങ്ങളിലെ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങൾ മാത്രമല്ലെന്നും തൃക്കാക്കര ഗ്രാമവും അവിടുത്തെ വാമനക്ഷേത്രവുമൊക്കെ അതിന്റെ തെളിവാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു. തുളസിയും കദളി തന്നാക്കില തുമ്പിലെ കറുകയും കളഭജല ശംഖവും തിരുതുടിയുമുണരുന്ന തൃക്കാക്കരയ്ക്കു പോയി തൊഴുതുണരു തുയിലുണരു. എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്ക് സമീപമാണ് തൃക്കാക്കര എന്ന കൊച്ചു ഗ്രാമം. ക്രിസ്തുവർഷം 14ാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ മികച്ച നഗരങ്ങളിലൊന്നായിരുന്നു തൃക്കാക്കര എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വാമനക്ഷേത്രവും ഭാരതത്തിലെ തന്നെ ചുരുക്കം വാമനക്ഷേത്രങ്ങളിൽ ഒന്നുമാണ് തൃക്കാക്കര ക്ഷേത്രം. മഹാബലി ഇവിടെ വാണിരുന്ന ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കും വിധം ജാതിമതഭേദമന്യേ എല്ലാ സമുദായത്തിൽപ്പെട്ട ഭക്തജനങ്ങളും ഇവിടെ വന്ന് ദർശനം നടത്താറുണ്ട്. കാവ്യകല നടമാടും കളിയരങ്ങത്തു നീ ശ്രുതി മധുര ശതതന്ത്രിയായി തിരുവോണ നാളിലെ പൂനിലാവത്തെ തിരുവിളക്കാണു നീ മുത്തേ. തൃക്കാക്കരയുടെ മാഹാത്മ്യം തേടി ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ഒക്കെ ഏടുകൾ പിന്നോട്ട് മറിച്ചാൽ വെളിപ്പെടുന്ന കഥകൾ സംഭവബഹുലമാണ്. അധികാര മത്സരങ്ങളുടെയും കുടിപ്പകയുടെയും ആത്മനൊമ്പരത്തിന്റെ ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത ഉഗ്രശാപത്തിന്റെയുമൊക്കെ കഥകൾ. ഭഗവാന്റെ തൃക്കാൽ ഭക്തന്റെ ശിരസിൽ പതിഞ്ഞ സ്ഥലത്ത്, അതായത് വാമനരൂപത്തിലുള്ള വിഷ്ണുവിന്റെ കാൽ ബലിയുടെ ശിരസിൽ പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് ആദ്യം തൃക്കാക്കര ക്ഷേത്രമുണ്ടായി എന്നും പിന്നീട് ആ ക്ഷേത്രത്തിനു ചുറ്റുമായി തൃക്കാക്കര നഗരം പണികഴിപ്പിക്കപ്പെട്ടു എന്നുമാണ് കരുതപ്പെടുന്നത്. കാലക്രമത്തിൽ ഈ നഗരം ഇടപ്പള്ളി രാജാവിന്റെ കീഴിലായി തീർന്നു. അക്കാലത്ത് ഇടപ്പള്ളി രാജാവും കൊച്ചി രാജാവും തമ്മിൽ ശത്രുതയിലായിരുന്നു. ആ ശത്രുത നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ഇടപ്പള്ളി ആക്രമിച്ച് തൃക്കാക്കര സ്വന്തമാക്കണമെന്നതായിരുന്നു കൊച്ചി രാജാവിന്റെ ലക്ഷ്യം.
അക്കാലത്താണ് വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കോഴിക്കോട് കപ്പലിറങ്ങിയത്. കച്ചവടത്തിനുള്ള അനുവാദം എന്ന മൂടുപടത്തിനുള്ളിൽ കവർച്ചക്കാരുടെ കൗശല കണ്ണുകൾ ഒളിപ്പിച്ചുവെച്ച് പറങ്കിപ്പട കൊച്ചിയിലുമെത്തി. ഇടപ്പള്ളി പിടിച്ചടക്കുക എന്ന തന്റെ മോഹസാഫല്യത്തിനുള്ള വഴിയൊരുങ്ങലായാണ് കൊച്ചി രാജാവ് പറങ്കികളുടെ വരവിനെ കണ്ടത്. കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുമായി ചേർന്ന് ഇടപ്പള്ളി ആക്രമിച്ച് കീഴ്പ്പെടുത്തി. പോർച്ചുഗീസ് സൈന്യം തൃക്കാക്കര നഗരം അപ്പാടെ നശിപ്പിച്ചു. അതിനുശേഷം പറങ്കിപ്പട തൃക്കാക്കര ക്ഷേത്രത്തിലുമെത്തി. തുടർന്ന് ക്ഷേത്രം നിലം പരിശാക്കിയിട്ടാണ് അവർ നഗരം വിട്ടത്. വർഷങ്ങൾ കടന്നുപോയി. തൃക്കാക്കരയിൽ ഇന്നു കാണുന്ന ക്ഷേത്രം പണി കഴിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളാണ്. പണ്ട് തൃക്കാക്കരയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി കേട്ടറിഞ്ഞ മഹാരാജാവ് ആ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലം കണ്ടുപിടിക്കാനായി ശ്രമം തുടങ്ങി. അതിനായി അദ്ദേഹം അന്നത്തെ തിരുവിതാംകൂർ പുരാവസ്തുവകുപ്പിന്റെ ഡയറക്ടറായിരുന്ന ഗോപിനാഥ റാവുവിനെ സമീപിക്കുകയായിരുന്നു. റാവുവിന്റെ നേതൃത്വത്തിൽ 20ഓളം പേർ 2 മാസം കാട് വെട്ടിത്തെളിച്ചതിനു ശേഷമാണ് ആ സ്ഥലം കണ്ടെത്തിയത്. തുടർന്ന് അതേ സ്ഥലത്തു തന്നെ പുതിയ ക്ഷേത്രം നിർമ്മിക്കാൻ മഹാരാജാവ് നടപടിയെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് തൃക്കാക്കരയിൽ ഇന്നുള്ള വാമനക്ഷേത്രമുണ്ടായത്. ഐതിഹ്യ കഥകളുടെ വറ്റാത്ത ഉറവകൾ കൊണ്ട് സമ്പന്നമാണ് തൃക്കാക്കര ക്ഷേത്രം. തൃക്കാക്കരയിൽ ആദ്യമുണ്ടായിരുന്ന ക്ഷേത്രം നശിക്കാൻ കാരണം ഒരു ബ്രാഹ്മണ ശാപമാണെന്നും പറയപ്പെടുന്നു. ആ കഥയുടെ വേരുകൾ തേടിച്ചെന്നാൽ പുരാതന കാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാർ എന്ന രാജവംശത്തിലാണ് എത്തി നിൽക്കുക. തൃക്കാക്കരയപ്പന്റെ അടിയുറച്ച ഭക്തന്മാരായിരുന്നു അത്രേ പെരുമാക്കന്മാർ. അതുകൊണ്ടുതന്നെ രാജ്യത്തുള്ളവരെല്ലാം തിരുവോണനാളിൽ തൃക്കാക്കരയിലെ ഉത്സവത്തിന് എത്തിച്ചേരണമെന്ന് പെരുമാക്കന്മാർ കൽപ്പിച്ചു. അങ്ങനെ പ്രജകളെല്ലാം ഓരോ വർഷവും തിരുവോണനാളിൽ തൃക്കാക്കരയിൽ എത്തിച്ചേരാൻ തുടങ്ങി. അനേക വർഷങ്ങളോളം ഈ പതിവ് തുടർന്നു.